നമസ്കാരം. സൈക്കോപത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ എന്റെ വീഡിയോകൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സൈഡിലുള്ള ബെല്ലൈക്കൺ അമർത്തുക. അങ്ങനെയാണെങ്കിലേ ഞാൻ ഇടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുകയുള്ളൂ. ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ ലൂപ്പുകൾ പഠിച്ചിരുന്നു. ആ ലൂപ്പുകൾ ഉപയോഗിച്ച് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിനു മുമ്പത്തെ എല്ലാ വീഡിയോകളും നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കണം. അപ്പൊ അതിനായി ആ വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിലും മുകളിലുള്ള ഐക്കാർട്ടിലും ഞാൻ ഇട്ടിട്ടുണ്ട്. അതുപോലെ ഇപ്പം കൊറോണ കാലഘട്ടമാണ്, എല്ലാവരും ലോക്ക്ഡൌണിലാണ്. എല്ലാവരും അതിൻ്റെതായ ജാഗ്രത പുലർത്തുക, ആവശ്യമുള്ള കാര്യങ്ങൾക്ക് മാത്രം പുറത്തിറങ്ങുക. ഏതായാലും വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം നമ്മൾ ചെയ്യുവാൻ പോകുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ഒരു സംഖ്യ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഡിജിറ്റ്സ് സെപ്പറേറ്റ് ചെയ്തു തരുന്ന പ്രോഗ്രാമാണ്. അത് നമുക്ക് ആ പ്രോഗ്രാം ഒന്ന് എഴുതാം. അതിനായിട്ട് നമുക്ക് ഫസ്റ്റ് വേണ്ടത് ഒരു വേരിയബിൾ ആണ്. ആ വേരിയബിള് നമ്മൾ എൻ്റർ ചെയ്യുന്ന നമ്പർ സ്റ്റോർ ചെയ്യുവാനായിട്ടാണ്. അപ്പൊ ഞാൻ ആ വേരിയബിൾ ഉണ്ടാക്കിയിട്ട് നമ്പർ എൻ്റർ ചെയ്യുവാനുള്ള മെസ്സേജും ആ എൻ്റർ ചെയ്യുന്ന നമ്പർ സ്റ്റോർ ചെയ്യാനുള്ള സ്റ്റേറ്റ്മെന്റും ഞാൻ എഴുതുകയാണ്. അത് മുമ്പത്തെ എപ്പിസോഡുകളിൽ ഡിസ്കസ് ചെയ്തത് കൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത്. അപ്പൊ നമ്മൾ ആ വേരിയബിൾ റെഡി ചെയ്തു. ഇനി നമുക്ക് ഇതിന്റെ ലോജിക്കലിലേക്ക് കിടക്കാം. നമുക്ക് ഒരു നമ്പറിന്റെ ഡിജിറ്റ്സ് സെപ്പറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ നമ്പറിനെ 10 വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് കിട്ടുന്ന ശിഷ്ടം എടുത്താൽ മതിയാവും. നമ്മൾ ഒരു നമ്പർ എടുക്കുകയാണ്, 221 നമ്പർ എന്നിരിക്കട്ടെ. ആ 221നെ 10 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ശിഷ്ടം 1. അത് അവസാനത്തെ ഡിജിറ്റ് ആണ്. അപ്പം ആദ്യത്തെ ഡിജിറ്റ് നമുക്ക് അങ്ങനെ കണ്ടുപിടിക്കുവാൻ സാധിക്കും. രണ്ടാമത്തെ ഡിജിറ്റ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ 221 തന്നെ 10 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഉത്തരം നോക്കുക. അത് 22.1. നമ്മൾ അത് ഒരു ഇന്റീജറിലേക്ക് സ്റ്റോർ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ 22 മാത്രമേ അക്സെപ്റ്റ് ചെയ്യുകയുള്ളൂ. 0.1 നമ്മൾ ലീവ് ചെയ്യും. അപ്പോൾ നമുക്ക് 221 എന്ന് പറഞ്ഞ നമ്പർ 22 221 എന്ന് പറഞ്ഞ നമ്പർ 22 അപ്ഡേറ്റ് ചെയ്യപ്പെടും. അതിനുശേഷം വീണ്ടും നമ്മൾ 22നെ 10 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈനർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ 2 കണ്ടുപിടിക്കും. എന്ന് വെച്ചാൽ അതിന്റെ രണ്ടാമത്തെ ഡിജിറ്റ്, നമ്മൾ നേരത്തെ ആദ്യം എൻ്റർ ചെയ്ത നമ്പറിന്റെ രണ്ടാമത്തെ ഡിജിറ്റ് നമുക്ക് കിട്ടാൻ സാധിക്കും. മൂന്നാമത്തെ ഡിജിറ്റിന്റെ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഒന്നുകൂടി 10 കൊണ്ട് ഡിവൈഡ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്യുക. ശേഷം അതിനെ നമ്മൾ 10 വെച്ച് ഡിവൈഡ് ചെയ്തതിന് ശേഷമുള്ള റിമൈനർ എടുക്കുക. അപ്പൊ ഡിവൈഡ് ചെയ്യുവാനായി നമുക്കറിയാം, ഡിവൈഡ് ചെയ്തതിന് ശേഷമുള്ള റിമൈനർ എടുക്കുവാനായാണ് നമ്മൾ മോഡുലോ ഓപ്പറേറ്റർ യൂസ് ചെയ്യുക. മോഡുലോ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ പെർസെന്റേജ് ആണ്. നമുക്ക് ഇതൊരു ലൂപ്പ് വെച്ച്, അതായത് ഒരേ പ്രോസസ്സ് തന്നെ ഡിഫറെന്റ് ആയിട്ട് റിപ്പീറ്റിംഗ് പാറ്റേണിലാണ് നടക്കുന്നത്. നമുക്കിത് ലൂപ്പ് വെച്ച് ചെയ്യാം. നമ്മൾക്ക് ഏറ്റവും എളുപ്പമുള്ള ലൂപ്പാണ് ഫോർ ലൂപ്പ്. അപ്പൊ ഫോർ ലൂപ്പ് വെച്ചാണ് നമ്മൾ ഇത് ചെയ്യുവാൻ പോകുന്നത്. ഞാൻ ആദ്യം ലൂപ്പ് ഉണ്ടാക്കി, ഫോർ ലൂപ്പ്. അതിന്റെ ഇനിഷ്യലൈസേഷൻ പാർട്ടിൽ ഞാൻ ഒന്നും ഇടുന്നില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഇനിഷ്യലൈസ് ചെയ്യുന്നത് കീബോർഡിലേക്ക് വഴി എൻ്റർ ചെയ്യുകയാണ്. അത് നമ്മൾ റീഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇനിഷ്യലൈസേഷൻ പാർട്ടിൽ ഒന്നും തന്നെ വേണ്ട കാര്യമില്ല. രണ്ടാമത്തെ നമ്മുടെ കണ്ടീഷൻ പാർട്ടാണ്. കണ്ടീഷനിൽ നമ്മൾ പറയാൻ പോകുന്നത്, നമ്മൾ ഇങ്ങനെ ആ നമ്പറിനെ അപ്ഡേറ്റ് ചെയ്ത് 10 വെച്ച് ഡിവൈഡ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഒരു ഇന്റീജർ ആയ സ്ഥിതിക്ക് ആ നമ്പർ എപ്പോഴാണോ 0 എത്തുക അപ്പോഴായിരിക്കും ലൂപ്പിന്റെ പുറത്ത് നമുക്ക് വരേണ്ടത്. അപ്പോൾ നമുക്ക് ആ നം എന്ന് പറഞ്ഞ വേരിയബിളിനെ 0 അല്ലാത്ത പക്ഷം, 0 ആണെന്നുണ്ടെങ്കിൽ ലൂപ്പിന്റെ പുറത്ത് വരണം. അപ്പൊ 0 അല്ല എന്നുണ്ടെങ്കിൽ ട്രൂ വരുന്ന രീതിയിൽ എഴുതുക. അപ്പൊ നം നോട്ട് ഈക്വൽ ടു 0 അല്ലെങ്കിൽ നം ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0, അത് എന്ത് വേണേ നമുക്ക് കൊടുക്കാം. അപ്പൊ ഞാൻ നം നോട്ട് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ കണ്ടീഷനാണ് കൊടുത്തത്. അത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് കൊടുത്താൽ ഓക്കെ ആണ്. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് കൊടുത്താൽ ഓക്കെ ആണ്. അപ്പൊ നമുക്കത് ഇങ്ങനെ വേണം ചെയ്യാം. അടുത്തതായിട്ട് നമ്മുടെ അപ്ഡേറ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഞാൻ പറഞ്ഞു നം എന്ന് പറഞ്ഞ വേരിയബിള് 10 വെച്ച് ഡിവൈഡ് ചെയ്താണ് നമ്മൾ ഇവിടെ അപ്ഡേറ്റ് ചെയ്യുന്നത്. ആ നം എന്ന് പറഞ്ഞ ഒരു ഇന്റീജർ ആയതുകൊണ്ട് തന്നെ പോയിന്റ് ഉള്ള പാർട്ട് നമ്മൾ അത് കളയുന്നു. അതുകൊണ്ടാണ് നമുക്ക് കറക്റ്റ് ആയിട്ട് സാധിക്കുന്നത്. അപ്പൊ അപ്ഡേറ്റ് സ്റ്റേറ്റ്മെന്റ് എഴുതി. ഇനി നമുക്ക് ലൂപ്പിന്റെ ബോഡിയിലേക്ക് വരാം. ലൂപ്പിന്റെ ബോഡിയിൽ നമ്മൾ ഓരോ ഡിജിറ്റിനെയും സെപ്പറേറ്റ് പ്രിന്റ് ചെയ്ത് കാണിക്കുന്നു. നമ്മളതിന് പ്രിന്റ് എഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ കൊടുക്കുന്നു. %d നമ്മൾ ന്യൂ ലൈൻ ക്രിയേറ്റ് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ ഈ 10 വെച്ച് ഡിവൈഡ് ചെയ്തതിനു ശേഷമുള്ള റിമൈനർ ആണ് നമുക്ക് ആവശ്യം. അപ്പൊ നമ്മിനെ 10 തൊട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈനർ കണ്ടുപിടിക്കാൻ നം %10 കൊടുക്കും. നമുക്ക് റിമൈനർ കിട്ടും. ഇനി ലൂപ്പിന്റെ പുറത്തിറങ്ങുന്നു. എന്നിട്ട് നമ്മൾ ഗെറ്റ് CH കൊടുക്കുന്നു. ഒരു ഒറ്റ സ്റ്റേറ്റ്മെന്റ് ഉള്ളതുകൊണ്ടാണ്
എനിക്ക് ഈ ഒരു പ്രോഗ്രാമിൽ എന്താ കേർലി ബ്രാക്കറ്റ് യൂസ് ചെയ്യേണ്ട ആവശ്യം ഇല്ലാതിരുന്നത്. ഇനി നമുക്ക് ഈ പ്രോഗ്രാം ഒന്ന് റൺ ചെയ്ത് നോക്കാം. അപ്പം ഞാൻ പ്രോഗ്രാം റൺ ചെയ്തു. ഇനി ഞാൻ 221 എൻ്റർ ചെയ്യാം. അപ്പൊ നമുക്ക് 1ഉം 2ഉം 2ഉമാണ് ആ സംഖ്യയിൽ ഉള്ളതെന്ന് മനസ്സിലായി. ഇപ്പൊ ഇവിടെ സംഭവിക്കുന്ന എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ലൂപ്പിന്റെ ഉള്ളിലേക്ക് വരുന്നു, അതിനുശേഷം പ്രിന്റ്എഫിന്റെ സ്റ്റേറ്റ്മെന്റിലേക്ക് വരുന്നു. പ്രിന്റ്എഫിന്റെ സ്റ്റേറ്റ്മെന്റിൽ എഴുതിയിരിക്കുന്ന എന്താണ്? num%10 പ്രിന്റ് ചെയ്യുവാനായി. നമ്മുടെ നമ്പർ 221 ആയിരുന്നു. 221നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താണോ ശിഷ്ടം കിട്ടുക അത് നമുക്ക് സ്ക്രീനിൽ പ്രിന്റ് ചെയ്തു, അതായത് 1 പ്രിന്റ് ചെയ്തു. അതിനുശേഷം ന്യൂ ലൈൻ ക്രിയേറ്റ് ചെയ്യുന്നു, അപ്ഡേറ്റ് സ്റ്റേറ്റ്മെന്റിലേക്ക് വരുന്നു. അപ്ഡേറ്റ് സ്റ്റേറ്റ്മെന്റിൽ 221നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ കിട്ടുന്ന 22.1 എന്ന് പറഞ്ഞ സംഖ്യ, അതിന്റെ പോയിന്റ് പാർട്ട് ആവശ്യമില്ല, കാരണം നമ്മൾ ഇന്റീജർ ആയിട്ടാണ് വേരിയബിൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ ആ പോയിന്റ് പാർട്ട് എന്ത് ചെയ്യും? നമ്മുടെ വേരിയബിൾ സ്റ്റോർ ആകുകയില്ല. അപ്പൊ നമ്മുടെ നമ്പർ എന്താ 22 ആയിട്ട് അപ്ഡേറ്റ് ചെയ്യും. ഇനിയും ആ 22നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈനർ പ്രിന്റ് ചെയ്യുന്നു, അതായത് 2. അതിനുശേഷം അപ്ഡേറ്റ് സ്റ്റേറ്റ്മെന്റിൽ 22നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ 2.2 കിട്ടുന്നു. ആ 2.2 മാത്രം എടുക്കുന്നു. അതിനുശേഷം വീണ്ടും ആ 2നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ശിഷ്ടം പ്രിന്റ് ചെയ്യുന്നു, അതായത് 2 പ്രിന്റ് ചെയ്യുന്നു. അത് കഴിയുമ്പോൾ അപ്ഡേറ്റ് ആകുന്നു. അപ്ഡേറ്റ് ആകുന്നത് എന്താ? ഈ പറഞ്ഞ 2/10 0.2 അതിന് നമ്മൾ 0 ആയിരിക്കും അക്സെപ്റ്റ് ചെയ്യുക. 0 അക്സെപ്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ നം നോട്ട് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ കണ്ടീഷൻ തെറ്റാകും, അതായത് നം 0 ആകും. അപ്പോൾ ലൂപ്പിന്റെ പുറത്ത് വരുന്നു. ലൂപ്പിന്റെ പുറത്ത് getCH ഫംഗ്ഷൻ മാത്രമാണുള്ളത്. ഇതാണ് ഇപ്പോൾ നമ്മൾ ഒരു സംഖ്യയുടെ ഡിജിറ്റ്സ് സെപ്പറേറ്റ് ചെയ്യുവാനുള്ള പ്രോഗ്രാം ആയിട്ട് എഴുതിയത്. ഇനി നമുക്ക് ഇതിന്റെ ഡിജിറ്റ്സിന്റെ സമ്മ് കണ്ടുപിടിക്കണമെന്ന് വെക്കട്ടെ. അപ്പൊ അതിന് നമുക്ക് ചെയ്യുവാൻ സാധിക്കുന്നത്, നമുക്ക് സം എന്ന് പറഞ്ഞൊരു വേരിയബിൾ വേണം. നമുക്ക് ആ വേരിയബിൾ ആദ്യം ഉണ്ടാക്കാം. അപ്പം ഞാൻ സം എന്ന് പറഞ്ഞ ഒരു വേരിയബിൾ ഉണ്ടാക്കി. അതിനുശേഷം ഞാൻ ആ സമ്മിന് ഇനിഷ്യലൈസേഷൻ നൽകുകയാണ്. സം ആയതുകൊണ്ടാണ് സം ഈക്വൽ ടു 0 എന്ന് കൊടുക്കുന്നത്. അത് അഡീഷൻ ഐഡന്റിറ്റി എന്ന് പറയും. അതായത് സം എത്ര കൂടിയാലും 0യുടെ എത്ര കൂട്ടിയാലും നമുക്ക് ആ കൊടുത്ത ഇനിഷ്യൽ വാല്യൂ ആ ഒരു ടോട്ടൽ റിസൾട്ടിനെ അഫക്റ്റ് ചെയ്യുകയില്ല. അതുകൊണ്ടാണ് നമ്മൾ സമ്മിന് 0 കൊടുത്ത്. ഇനി അപ്ഡേറ്റ് സ്റ്റേറ്റ്മെന്റിൽ ഫസ്റ്റ് അപ്ഡേറ്റ് ആയിട്ട് നമുക്ക് കൊടുക്കേണ്ടത് സം എന്ന് പറയുന്നത് കൂടിക്കൊണ്ടിരിക്കണം. സം ഈക്വൽ ടു സം പ്ലസ് നം %10. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സം എന്ന് പറയുന്നത് സമ്മിനോട് തന്നെ നമ്പറിനെ സം എന്ന് പറയുന്ന പഴയ സമ്മ് പ്ലസ് നമ്പർ %10 ചെയ്താൽ മതി. അപ്പൊ നമ്മൾ അപ്ഡേറ്റ് സ്റ്റേറ്റ്മെന്റ് ഒന്നിലധികം ഉള്ളതുകൊണ്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇത് എങ്ങനെയാണ് വരുന്നത് എന്നുള്ള ഇതിന് മുമ്പത്തെ എപ്പിസോഡ് ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇത് ഇവിടെ തന്നെ എഴുതണമെന്നില്ല, ലൂപ്പിന്റെ ബോഡിയിൽ എഴുതാവുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് നമ്മുടെ സം പ്രിന്റ് ചെയ്യണം. പ്രിന്റ് എഫ് കൊടുക്കുന്നു. അതിനുശേഷം നമുക്ക് സം പ്രിന്റ് ചെയ്യാം. സം ഓഫ് ഡിജിറ്റ് ഈസ് നമ്മൾ സം ഓഫ് ദ ഡിജിറ്റ് പ്രിന്റ് ചെയ്യുന്നു. അപ്പൊ ഇത്രയാണ് ഈ പ്രോഗ്രാമിന്റെ ലോജിക്ക്. ഇനി നമുക്ക് ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. അപ്പൊ ഞാൻ 221 എൻ്റർ ചെയ്യുന്നു. അപ്പോൾ 2ഉം 2ഉം 4ഉം 1ഉം 5 കറക്റ്റ് ആയിട്ട് ഉത്തരം കിട്ടുന്നു. കൺട്രോൾ F9 കൊടുത്ത് ഒന്നുകൂടെ റൺ ചെയ്യുന്നു. ഞാൻ 325 കൊടുക്കുന്നു, എൻ്റർ ചെയ്യുന്നു. അപ്പൊ 3ഉം 2ഉം 5ഉം 5ഉം 10 നമുക്ക് പ്രിന്റ് ചെയ്യുന്നു. അപ്പം സം ഓഫ് ദ ഡിജിറ്റ് കറക്റ്റ് ആയിട്ട് പ്രിന്റ് ചെയ്യുന്നുണ്ട്. ഇനിയും നമുക്ക് ചെയ്യേണ്ടത് ഈ ഒരു സംഖ്യയുടെ റിവേഴ്സ് എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാമെന്നോ. ഇതേ ഇപ്പൊ ഒരു സംഖ്യ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ റിവേഴ്സ് നമുക്ക് പ്രിന്റ് ചെയ്യണം. അപ്പൊ ഞാൻ ജസ്റ്റ് അതിനൊരു വേരിയബിളും കൂടെ ഉണ്ടാക്കിയാണ്. റിവേഴ്സ് എന്നും പറഞ്ഞൊരു വേരിയബിൾ ഉണ്ടാക്കിയാണ്. നമുക്ക് സം എന്ന് പറഞ്ഞ വേരിയബിളിന്റെ ആവശ്യമില്ല, കാരണം നമുക്ക് ഈ ഒരു പ്രോഗ്രാം സമ്മിന്റെ കാര്യമില്ല. അപ്പൊ റിവേഴ്സ് എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഞാൻ ഉണ്ടാക്കുന്നു. അതിനുശേഷം റിവേഴ്സിനും ഞാൻ ഇനിഷ്യൽ ആയിട്ട് 0 ആണ് കൊടുക്കുന്നത്. അപ്പൊ റിവേഴ്സിന്റെ ലോജിക്ക് ഞാൻ പറഞ്ഞുതരാം. റിവേഴ്സിന് ഞാൻ ഇനിഷ്യൽ ആയിട്ട് 0 ആണ് കൊടുക്കുന്നത്. നമുക്ക് അപ്ഡേറ്റ് സ്റ്റേറ്റ്മെന്റ് ആദ്യം സാധാരണ രീതിയിൽ താഴെ തരുതാം. അതിനുശേഷം നമുക്ക് ലൂപ്പിന്റെ മുകളിലേക്ക് കയറ്റാം. അപ്പൊ ലൂപ്പിന്റെ ബോഡിയിൽ നമ്മൾ ഇവിടെയാണ് റിവേഴ്സ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പൊ റിവേഴ്സിന് ഞാൻ കൊടുക്കുന്നത് റിവേഴ്സ് ഈക്വൽ ടു റിവേഴ്സ് ഇൻറ്റു 10 പ്ലസ് എന്താണ് നം
%10. ഇതാണ് അതിന്റെ ലോജിക് എന്ന് പറഞ്ഞാൽ. ഈ ഒരു കാര്യം നമുക്ക് അപ്ഡേറ്റ് സ്റ്റേറ്റ്മെന്റ് എഴുതാവുന്നതേ ഉള്ളൂ. അപ്പൊ ഇവിടെ റിവേഴ്സ് ഈക്വൽ ടു റിവേഴ്സ് സ്റ്റാർ 10 പ്ലസ് നം %10. അപ്പം നമ്മൾ ചെയ്യുന്നത് റിവേഴ്സ് കണ്ടുപിടിക്കുമ്പോൾ നേരത്തെയുള്ള റിവേഴ്സിനെ, അതായത് ഇനിഷ്യലായി കൊടുത്ത റിവേഴ്സിനെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം ലാസ്റ്റ് ഡിജിറ്റ് എടുക്കുക. ലാസ്റ്റ് ഡിജിറ്റ് എടുക്കാനാണ് നമ്മൾ നം %10 യൂസ് ചെയ്യുന്നത്. അപ്പൊ റിവേഴ്സ് ഈക്വൽ ടു റിവേഴ്സ് ഇൻറ്റു 10. അപ്പൊ 0 × 10 എന്ന് പറയുമ്പോൾ 0 വരും. അപ്പൊ ആദ്യത്തെ ഡിജിറ്റ് നമുക്ക് കിട്ടും. അപ്പൊ റിവേഴ്സ് അപ്ഡേറ്റ് ആകും. റിവേഴ്സ് 221 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 1 റിവേഴ്സ് അപ്ഡേറ്റ് ആകും. അതിനുശേഷം നമ്മിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന രീതിയിൽ നം അപ്ഡേറ്റ് ചെയ്യും. അപ്പൊ 22 ആയിരിക്കും നമ്മുടെ നിലവിലത്തെ ഇപ്പോഴത്തെ നം. അപ്പോൾ റിവേഴ്സിനെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 എന്നുള്ളത് 10 ആകും. അതിനെ നമ്മൾ 22നെ വീണ്ടും 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ശിഷ്ടമായ 2 അതിന്റെ കൂടെ ആഡ് ചെയ്യും. അപ്പോൾ നമുക്ക് 12 കിട്ടും. അതിനുശേഷം നമ്മ വീണ്ടും അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് നമ്മിന്റെ വാല്യൂ എന്ന് പറയുന്നത് 2 ആയിരിക്കും. ആ 2നെ അപ്പൊ നമ്മൾ 12നെ ഇനിയും 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അതാണ് റിവേഴ്സ് സ്റ്റാർ 10ൽ നടക്കുന്നത്. അപ്പൊ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയാൻ നേരത്ത് നമുക്ക് അവിടെ കിട്ടുന്നത് 120 ആയിരിക്കും. അപ്പൊ 120നെ പിന്നെ നം %10 കൂടെ ചെയ്യുമ്പോൾ 2 ഡിവൈഡഡ് ബൈ 10ന്റെ ശിഷ്ടം 2 ആണ്. അപ്പോൾ 122 നമുക്ക് കിട്ടും. നമ്മൾ 221 കൊടുത്തപ്പോൾ നമുക്ക് 122 ആയിരിക്കും ഔട്ട്പുട്ട് കിട്ടുക. അപ്പൊ നമുക്ക് അതൊന്ന് പ്രിന്റ് ചെയ്യാം. ദ റിവേഴ്സ് ഈസ് ജസ്റ്റ് ഞാൻ പ്രിന്റ് ചെയ്യുകയാണ്. ഞാൻ 122 പ്രിന്റ് ചെയ്തപ്പോൾ എനിക്ക് 221 പ്രിന്റ് ചെയ്തത്. അതുപോലെ 221 ഞാൻ എൻ്റർ ചെയ്യുകയാണെങ്കിൽ 122 എനിക്ക് പ്രിന്റ് ചെയ്തു. കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് നമുക്ക് ഈ മുകളിലേക്ക് ചേഞ്ച് ചെയ്യാം. റിവേഴ്സ് ഈക്വൽ ടു റിവേഴ്സ് സ്റ്റാർ 10 പ്ലസ് നം മോഡുലസ് 10. അപ്പം ഞാനത് കറക്റ്റ് പൊക്കത്തേക്ക് അപ്ഡേറ്റ് ചെയ്തു. ഇനി ബോഡിയിൽ ഒന്നിന്റെ ആവശ്യമില്ല. അപ്പൊ ഇനി നമുക്കിത് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, ആദ്യം കോമയുടെ ആവശ്യമില്ല. അവിടെ ഒരു കോമ കിടന്നാണ് ഇപ്പോൾ ചെറുതായിട്ടൊരു എറർ കാണിച്ചത്. നമുക്കിത് റൺ ചെയ്യാം ഒന്നുകൂടി. അപ്പം ഞാൻ 221 തന്നെ എൻ്റർ ചെയ്യുമ്പോൾ 122 പ്രിന്റ് ആയിട്ടുണ്ട്. ഇത് കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഈ നമ്പർ പാലംഡ്രോം ആണോ എന്നും കൂടി നോക്കാം. പാലംഡ്രോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല, നമ്മൾ എൻ്റർ ചെയ്ത നമ്പറും അതിന്റെ റിവേഴ്സും ഒന്നാണെങ്കിൽ മാത്രമായിരിക്കും നമ്പർ പാലംഡ്രോം ആകുക. ഇപ്പം നമുക്ക് ഈ ഒരു കാര്യത്തിൽ നമ്മൾ നമ്പർ അപ്ഡേറ്റ് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് ഇപ്പോഴത്തെ നിലവിലത്തെ നമ്പറും കൂടെ ഒന്ന് നോക്കാം. എന്നിട്ട് നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മൾ എൻ്റർ ചെയ്ത നമ്പർ എന്ന് പറയുന്നത് പ്രിന്റ് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ഇപ്പൊ ഞാൻ എഴുതുന്നത്. അപ്പൊ ഞാൻ നമ്പർ പ്രിന്റ് ചെയ്യുന്നു. ഇത് ജസ്റ്റ് നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. കൺട്രോൾ F9 കൊടുത്ത് റണ്ണായി. 221 എൻ്റർ ചെയ്യുമ്പോൾ എൻ്റെ നമ്പർ ഈ 0 എന്ന് കാണിക്കുന്നത്. അതിന്റെ അർത്ഥം നമ്മൾ എൻ്റർ ചെയ്ത നമ്പർ നഷ്ടമായി. നമ്മൾ അപ്ഡേറ്റ് സ്റ്റേറ്റ്മെന്റ് അതേ നമ്പർ തന്നെയാണ് യൂസ് ചെയ്തത്. അതുകൊണ്ടാണ് നമ്പർ നഷ്ടമായത്. ഇനി നമുക്ക് ഈ പ്രോഗ്രാമിൽ ഈ നമ്പറിനെ എൻ്റർ ചെയ്യുമ്പോൾ തന്നെ ഒരു വേരിയബിളിന്റെ അകത്തേക്ക് സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ തീരാവുന്ന ഒരു പ്രശ്നമേ നിലവിലിപ്പോൾ നമുക്കുള്ളൂ. അപ്പൊ നമുക്ക് അതിനുള്ള സ്റ്റേറ്റ്മെന്റ് എഴുതാം. അപ്പൊ ആ നമ്പർ സ്റ്റോർ ചെയ്യാനായിട്ട് ഞാൻ ടെമ്പ് എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഉണ്ടാക്കി. അപ്പം ആ ടെമ്പ് എന്ന് പറഞ്ഞ വേരിയബിൾ ഞാൻ ആ നമ്പർ സ്റ്റോർ ചെയ്യുകയാണ്. ടെമ്പ് ഈക്വൽ ടു നം. അപ്പൊ നമ്പറിന്റെ അകത്തുള്ള വാല്യൂ ടെമ്പ് എന്ന് പറഞ്ഞ വേരിയബിൾ ഭദ്രമായി സ്റ്റോർ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെക്ക് ചെയ്യുന്നത് പാലംഡ്രോം ആണോ എന്നാണ്. ഇഫ് ലൂപ്പിന്റെ പുറത്താണ്, കാരണം നമ്മളിവിടെ സെമി കോളൻ കൊടുത്തിട്ടുണ്ട്. ഇഫ് എന്താ ഈ പറഞ്ഞ നം എന്ന് പറയണ നമ്മല്ല സോറി ടെമ്പ് എന്ന് പറയണ ആള് റിവേഴ്സുമായിട്ട് ഈക്വൽ ആണോ എന്ന് ചോദിക്കും. അപ്പൊ റിവേഴ്സുമായിട്ട് ഈക്വൽ ആണെങ്കിൽ ആള് പാലംഡ്രോം ആണ്. പ്രിന്റ് എഫ് ദ നമ്പർ ഈസ് പാലംഡ്രോം എന്ന് പറഞ്ഞാൽ എൻ്റർ ചെയ്ത നമ്പറും അതിന്റെ റിവേഴ്സും ഒന്നായിരിക്കുന്ന ഒരു സന്ദർഭമാണ്. അപ്പോൾ ഇത് പാലംഡ്രോം ആണ്. അല്ലാത്ത പക്ഷം എൽസ് ഇത് പാലംഡ്രോം അല്ല. ഇനി നമുക്ക് ഈ ഒരു പ്രോഗ്രാം റൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ ഒരു എറർ വന്നിട്ടുണ്ട്. ഓക്കെ, ഞാൻ ആ ടെമ്പററി വേരിയബിൾ ഉണ്ടാക്കിയതിനു ശേഷം ഒരു സെമിക്കോളൻ ഇടാൻ മറന്നുപോയി. കമ്പൈലർ പറയുകയാണ് നിങ്ങൾ എഴുതിയതിൽ ഗ്രാമർപരമായിട്ട് തെറ്റുണ്ടെന്ന്. നമുക്ക് ഒന്നുകൂടി റൺ ചെയ്ത് നോക്കാം. അപ്പൊ പെർഫെക്റ്റ് ആയിട്ട് റൺ ആയിട്ടുണ്ട്. നമുക്ക് ഇനിയും ലോജിക്കലായിട്ട് എന്തെങ്കിലും എറർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ ഞാനിവിടെ
121 എൻ്റർ ചെയ്തു. 121 എന്ന് പറഞ്ഞ നമ്പർ പാലൻഡ്രോം ആണ്. അതിന്റെ റിവേഴ്സും 121 ആണ്. ദ നമ്പർ ഈസ് പാലൻഡ്രോം. കറക്റ്റ് ആയിട്ട് പ്രിന്റ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് 122 കൊടുത്തു കഴിഞ്ഞാൽ അത് പാലൻഡ്രോം അല്ല. ഓക്കെ, പെർഫെക്റ്റ് ആയിട്ട് റൺ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് മൈക്രോ കൺട്രോളർ പ്രോഗ്രാമിംഗ് പഠിക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും മുകളിലുള്ള ഐക്കാർട്ടിലുമുണ്ട്. അത് ഞെക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ എന്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ആശയങ്ങളും അഭിപ്രായങ്ങളും എല്ലാം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മാക്സിമം ഇത് കിട്ടുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിലും നല്ല ഒരു എപ്പിസോഡുമായി ഇനിയും നമുക്ക് കണ്ടുപിട്ടാം. ഇറ്റ്സ് മീ ജയശങ്കർ JP സൈനിങ് ഔട്ട്. സീ യു.